ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തതിനോട് നാം ഏകീഭവിച്ചിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ പുതുതായി തീർന്ന നമ്മിൽ ക്രിസ്തു വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നാം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പഴയ ആദാമ്യ സ്വഭാവത്തെ അഥവാ ജഡ സ്വഭാവത്തെ നാം ക്രൂശിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവും ഇനിമേൽ അത് നമ്മിൽ ജീവിക്കുവാൻ പാടില്ല എന്ന തീരുമാനവും നമുക്കുണ്ടായിരിക്കണം. ജഡസ്വഭാവം നമ്മിൽ വാഴുന്നുവോ എന്ന് മനസ്സിലാക്കാൻ ഗലാത്യർ 5:19 അപ്പോസ്തലൻ കുറച്ചുദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ ഉണ്ടാകുന്ന ആത്മഫലത്തിന് ഉദാഹരണവും നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം, സ്വഭാവം, പ്രവൃത്തി തുടങ്ങിയവയെ നാം വിലയിരുത്തുകയും രൂപാന്തരപ്പെടുകയും വേണം. അല്ലാത്ത പക്ഷം 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൽ നമുക്കുള്ള അവകാശം മുൾമുനയിലായെന്ന് വരാം. ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ആത്മാവിനെ അനുസരിച്ച് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കാനുള്ളതാണ്. അതിനുള്ള സകല ബലവും കൃപയും ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകി തരുന്നു. അതിനാൽ ബലപ്പെടുന്നിടത്തോളം നാം പരാജിതരാകുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തു ക്രൂശിൽ ജയം ഘോഷിച്ചുവെങ്കിൽ അതിൽ നാമും പങ്കാളികളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.